ഹലോ ഗായ്സ്, നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ മാവൊക്കെ വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കൊന്ന് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെറ്റാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അതൊക്കെ ഉരുട്ടി വെച്ചു കിട്ടും. ഞാൻ ഇവിടെ മിലക്കുഴിയുടെ ഫ്ലാസ്ക് ഉപയോഗിക്കാം. എനിക്ക് മിലക്കുഴിയുടെ ഫ്ലാസ്കും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റും അതാണ് എനിക്ക് ഇഷ്ടമായിട്ട്. കാരണം മറ്റേതൊന്നും റെഡി ആവണില്ല. ഞാൻ ചപ്പാത്തി പലകയിൽ കാക്കുമ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് എനിക്ക് ചപ്പാത്തി പലകയിലാക്കി കൂടി. ഞാൻ എനിക്ക് അതിൽ കിട്ടുന്നില്ല എന്ന് പറയും. സ്റ്റീലിൻ്റെ പ്ലേറ്റിലാകുമ്പോൾ വേഗം കിട്ടും, കുഴപ്പമില്ല. കിട്ടൽ മാത്രമല്ല, മറിച്ചിടാനായാലും ഇപ്പുറത്തിടാനായാലും സുഖമാണ്. ഒരു നല്ല പിന്നെ ഉള്ള ഫ്ലാസ്കും കൂടി ആകുമ്പോൾ ഫ്ലാസ്ക് നല്ലൊരു ഇതുണ്ട്, നല്ല മിനുസുണ്ട് ഫ്ലാസ്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം വേഗം ആക്കൂട്ടാം. നമുക്കിന്ന് ചപ്പാത്തിക്ക് കറി പിന്നെ ഞാൻ എന്നിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഗായ്സ്. കാരണം വീഡിയോ അന്ന് എടുത്തിട്ട് പിന്നെ ഇടാൻ പറ്റിയില്ല. ഇന്നാണ് വീഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊരു കറി ഉണ്ടായിരുന്നു. എന്ത് കറിയാണാവോ? എന്തൊരു കറി നമ്മൾ വെച്ചത്? ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് കറി കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്കാണ് ചപ്പാത്തി സെറ്റാക്കി ഞങ്ങൾ. അപ്പോൾ തന്നെ ചപ്പാത്തി കിട്ടിക്കണ്ടില്ലേ, ടണ്ടടാൻ അത്യാവശ്യം ഭൂഗോളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ആക്കിയിട്ടുണ്ട്. പിന്നെ സെറ്റ് കുറച്ച് ഉണ്ടാവും. പിന്നെ മിലക്കൂട്ടി അപ്പളേക്കും ചപ്പാത്തി പരത്തുടങ്ങി. ഞാൻ മാവ് കുഴക്കണ കണ്ട അവൾക്ക് ചപ്പാത്തി പലക കൊടുത്തു. കാരണം വേറെ ഫ്ലാസ്ക് ഇല്ല എൻ്റെ ഫ്ലാസ്ക് കിട്ടാൻ വേണ്ടി കുറേ കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. അത് ഞാൻ ആക്കിയത് ഇനി പ്ലേറ്റിൽ പരത്തും, കുറേ ആകെ പൊടിയാക്കും. എനിക്ക് ഇരട്ടിപ്പണി. ചപ്പാത്തി ഞാൻ മിണ്ടാനിരുന്ന് ഞാൻ പരത്താം, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് എനിക്ക് ഉണ്ടത്തരും അമ്മ, ഞാൻ ചപ്പാത്തി പരത്തട്ടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടി ഞാൻ ചപ്പാത്തി പരത്തട്ടമ്മ പറഞ്ഞിട്ട് ദേനം പരത്തും. അവളെ ചപ്പാത്തി കുട്ടിയുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. സൂപ്പർ. ഇതിന് അടുത്ത് ഉണ്ട തപ്പാട്ടാം. അപ്പോഴേക്കും ഞാൻ മാറ്റി, കണ്ടില്ലേ അതവിടെ കൊട്ടി. ഇത് നമുക്ക് ഞാൻ ദോശക്കല്ലുമ്പിലാണ് ഞാൻ ചൂടാം. പിന്നെ കുഴപ്പമില്ല. ദോശക്കല്ലുമ്പോൾ എണ്ണ ഒന്നും ഒഴിക്കില്ല, നേരിട്ട് ചൂടാകുമ്പോൾ നല്ല ഫ്ലെയിം നന്നായി കൂട്ടിയിടും. അപ്പോൾ അതിനപ്പോൾ നമ്മുടെ കഫ വീർത്ത് വന്നു പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി സെറ്റായിട്ടുണ്ട്. നല്ല ചപ്പാത്തി ആയിരുന്നു. അങ്ങോട്ട് അപ്പുറമൊക്കെ മറിച്ചിട്ടു ചപ്പാത്തി റെഡി. അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാൻ വെച്ചിരിക്കുന്നു. പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചു. നമുക്ക് ട്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ തന്നെ അവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ചു.